ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആത്മീയഗിരിസംഭൂതർ രാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 165 ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് കാര്യമായിട്ടുള്ളത് ഇന്ദ്രജിത്ത് വധമാണ്. ഇന്ദ്രജിത്തിനെ ലക്ഷ്മൺ ഇന്ദ്രാസ്ത്രം ഉപയോഗിച്ച് വധിച്ചു. ഇതാണ് ഇതിൽ സാരസംഗ്രഹമായിട്ട് പറയാനുള്ള ഒറ്റ വാക്കുകൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. ഇത് വളരെ വിസ്തരിച്ചിട്ടാണ് കവി വർണ്ണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് കുറച്ചായിട്ട് കേൾക്കാം. 10ഓളം സർഗങ്ങളിൽ 500ഓളം ശ്ലോകങ്ങളിലായിട്ടാണ് ഈ ഇന്ദ്രജിത്ത് ലക്ഷ്മണ യുദ്ധവും അവസാനം ഇന്ദ്രജിത്തിൻ്റെ വധവും വർണ്ണിക്കുന്നത്. യുദ്ധവർണ്ണനയ്ക്കൊന്നും വലിയ വ്യത്യാസങ്ങളില്ല, എന്നാലും ആ ഘട്ടങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് മകരാക്ഷൻ മുതലായവരൊക്കെ രാമലക്ഷ്മണന്മാർ വധിച്ചു. രാമലക്ഷ്മണന്മാരും വാനരന്മാരും കൂടിയാണ് മഹാഭാരതൻ മുതലായവരൊക്കെ വധിച്ചു കഴിഞ്ഞു. അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും രാവണന് ക്രോധവും പാപമൊക്കെ ഉണ്ടായി. അയാൾ പല്ലെറിഞ്ഞ് കടിച്ചു. അപ്പോൾ ഇന്ദ്രജിത്ത് നേരത്തെ ബ്രഹ്മാസ്ത്രം മുതലായതുകൊണ്ട് സമസ്ത വാനരന്മാരെയും രാമലക്ഷ്മണന്മാരൊക്കെ വീഴ്ത്തിയിരുന്നു. അതോടുകൂടി അവർ തീർന്നു എന്നാണ് രാവണൻ വിചാരിച്ചിരുന്നത്. ഇന്ദ്രജിത്ത് അതോടുകൂടി അപ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ ഈ രാമലക്ഷ്മണന്മാരും വാനരന്മാരൊക്കെ ജീവനോടുണ്ടെന്നും അവർ വീണ്ടും യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് അറിഞ്ഞപ്പോൾ ആ രാവണൻ തൻ്റെ മകനെ തന്നെ യുദ്ധത്തിൽ നിയോഗിക്കുകയാണ്. കുപിതസ്തത്രയും കാര്യമിതി ചിന്തയൻ ആദിദേശാഥ സംക്രുദ്ധോ രണായ ഇന്ദ്രജിതം സുതം. ഇന്ദ്രജിത്താകുന്ന പുത്രനെ യുദ്ധത്തിനായിട്ട് നിയോഗിച്ചതാണ്. ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, നമ്മുടെ സൈന്യങ്ങളൊക്കെ ആ രാമലക്ഷ്മണന്മാർ വധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നീ പോയിട്ട് നീ സാക്ഷാൽ ഇന്ദ്രനെ പോലെ യുദ്ധത്തിൽ ജയിച്ചവനാണല്ലോ, അതുകൊണ്ട് മനുഷ്യകീടങ്ങളായ ഈ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയൊക്കെ വധിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞയച്ചു. ഇന്ദ്രജിത്ത് വളരെ മായാവിയും പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. ഉടനെ തന്നെ ഇന്ദ്രജിത്ത് ചെയ്തത് വീണ്ടും ഒരു ഹോമം ചെയ്യാൻ. ഇവിടെയൊക്കെ ആവർത്തനങ്ങളാണ് നമ്മൾ കാണുക. നേരത്തെ 73-ാം സർഗത്തിലെ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഒരു കറുത്ത ആടിനെ ഹോമിച്ചു എന്നും ആയുധങ്ങളൊക്കെ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായൊരു വർണ്ണനയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് അത് വിസ്തരിക്കേണ്ടതില്ല. അങ്ങനെ ആ ഹോമം കൊണ്ട് വർദ്ധിത വീര്യനായിട്ട് ഈ വാനരന്മാരൊക്കെ നേരിടാനായിട്ട് വരികയാണ്. വാനരന്മാരും ആർപ്പുവിളികളോട് കൂടിയിട്ട് സ്വീകരിച്ചു. പിന്നെ നമ്മൾ ഈ ഇന്ദ്രജിത്ത് വധം കഴിയുന്നത് വരെയുള്ള ഭാഗത്താണ് ധാരാളം തരത്തിൽ അവകാശവാദങ്ങൾ, പോരാട്ടങ്ങൾ, പോരിന് വിളികൾ, അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. രാക്ഷസന്മാർ മുമ്പ് പലപ്പോഴും കാണുന്നത് പോലെ ശിലാഖണ്ഡങ്ങൾ കൊണ്ട് നേരിട്ടു, വൃക്ഷങ്ങൾ പറിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആ യുദ്ധം ഇങ്ങനെ പോകുന്നത്. അതായത് ഈ അഗ്നിഹോമം ഒരു ക്രിയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം നേരത്തെ അദ്ദേഹം തേല് കയറിയിട്ട് പുറപ്പെട്ടു, യുദ്ധത്തിന് പുറപ്പെട്ടു. ഇതിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ വധിക്കുന്നുണ്ട് എന്നൊക്കെ വീരവാദങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ രാക്ഷസന്മാരോട് പറഞ്ഞു, നമ്മൾ ജയിക്കാൻ പോവുകയാണ്, വേണ്ടതുപോലെ യുദ്ധം ചെയ്യുന്നതാണ്, അവരെ വേണ്ടപോലെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം ഇന്ദ്രജിത്ത് മായാവിയാണ്. അദ്ദേഹം മായാവിദ്യ മറയുകയാണ് ചെയ്യുന്നത്. പിന്നെയും ഈ രാക്ഷസന്മാരോട് വേണ്ട പോലെ അത്യുത്സാഹത്തോടു കൂടി യുദ്ധം ചെയ്യാൻ ചട്ടം കെട്ടിയ ശേഷം വീണ്ടും മറഞ്ഞു നിന്നിട്ട് വീണ്ടും യുദ്ധം ആരംഭിച്ചു. ശരജാലങ്ങളിങ്ങനെ വർഷിക്കുകയായിരുന്നു. പാമ്പിനെ പോലെ ചീറ്റുന്ന അസ്ത്രങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. ഇദ്ദേഹത്തെ കാണാൻ മറ്റുള്ളവർക്കൊട്ട് സാധിച്ചുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അയാളെ വധിക്കാമെന്നൊക്കെ ലക്ഷ്മണൻ രാമനോട് പറയുന്നുണ്ട്. രാമൻ പറഞ്ഞു, അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ആളെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നേരത്തെയും പറഞ്ഞത് തന്നെ പറയുകയാണ്. ഏതായാലും
അന്തരീക്ഷത്തിൽ നിന്നിട്ട് ബാണം ഉപയോഗിക്കുന്ന ഇന്ദ്രിയത്തിന് ചില ഘട്ടങ്ങളിൽ അവർ അമ്പ ചെയ്ത് മുറിപ്പെടുത്തി. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഈ ഇന്ദ്രജിത്ത് വേറൊരു വിദ്യ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു. യുദ്ധം ഇങ്ങനെ അനന്തമായി നീണ്ടുപോവാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനും രാമലക്ഷ്മണന്മാരൊക്കെ തളർത്താനുള്ളൊരു വഴി സീതയെ വധിക്കലാണ്. യഥാർത്ഥ സീതയെ വധിക്കാനല്ല ഇന്ദ്രജിത്ത് പുറപ്പെടുന്നത്, മായ കൊണ്ടൊരു സീതയെ ഉണ്ടാക്കിയിട്ട് തൻ്റെ തേരിൽ വെച്ച് യുദ്ധക്കളത്തിലിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ സീതയെ വാനരന്മാരെ മുമ്പാകെ വെച്ച് വധിച്ചു കഴിഞ്ഞാൽ അവർ ഹതാശരാകും. അപ്പോൾ യുദ്ധം അനാവശ്യമാണെന്ന് തോന്നും. തൽക്കാലം അവർ പിന്മാറും. അവരുടെ മനോവീര്യമൊക്കെ കെടുക്കാൻ കഴിയും. ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ദ്രജിത്ത് ഇത്തരം ഒരു വിദ്യ പ്രയോഗിക്കാതെ വിചാരിച്ചു. ഇന്ദ്രജിത്തു രഥേ സ്ഥാപ്യ സീതാം മായാമയീം ദദാം ബലേന മഹതാവൃത്യ തസ്യ വധം അരോചയൽ. മായാമയീം സീത എന്നാണ് കേട്ടോ. മായാമയിയായിരിക്കുന്ന സീതയെ രഥത്തിൽ ഇറക്കിയിട്ട് ഇരുത്തിയിട്ട് യുദ്ധക്കളത്തിലേക്കുന്നു. അപ്പോൾ ഈ പോരാടിക്കൊണ്ടിരിക്കുന്ന വാനന്മാർ മുഴുവൻ സീതയെ കണ്ടു. ഹനുമാനാകപ്പാട് ആശയക്കുഴപ്പത്തിലായി. ഇത് യഥാർത്ഥ സീത തന്നെയാണോ? ആ സീത ഇന്ദ്രജിത്തിൻ്റെ തേരിലെങ്ങനെ വന്നു വിട്ടു? പക്ഷെ മലിനമായ വേഷം, ദുഃഖിക്കുന്നതായ മുഖഭാവം ഒക്കെ കണ്ടപ്പോൾ സീത തന്നെയാണെന്ന് വിചാരിച്ചു. ഈ സമയത്ത് ഹനുമാൻ സ്വയം വിചാരിക്കുന്നില്ലേ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? ഈ ഇന്ദ്രജിത്ത് വധിക്കുകയാണോ, എന്താ ചെയ്യുന്നതെന്നറിയില്ല. ആ സമയത്ത് ഇന്ദ്രജിത്ത് വാളൂരിയെടുത്തു. എല്ലാവരും നോക്കി നിൽക്കെ ആ സീത, മായാസീത രാമരാമ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കെ വാളൂരിയിട്ട് സീതയുടെ തല വെട്ടിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് വാനന്മാരൊക്കെ സ്തബ്ധരായെങ്കിലും ഇന്ദ്രജിത്ത് ചെയ്ത പാപങ്ങൾ ഇപ്പോൾ അവരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ഇപ്പോൾ സീതയെ വധിക്കുകയും കൂടി ചെയ്തല്ല. അതുകൊണ്ട് അയാൾ വിട്ടുകൂടാ എന്ന് വിചാരിച്ചിട്ട് യുദ്ധമൊന്നും നിർത്തിയില്ല തൽക്കാലമായി. കുറേ നേരം അയാൾ യുദ്ധം തുടർന്നു. ഇദ്ദേഹത്തെ ചോദിക്കുന്നില്ല, എന്ത് അപരാധം കൊണ്ടാണ് നീ ഇവളെ കൊല്ലുന്നത്? യഥാർത്ഥ സ്ത്രീകളെ കൊല്ലുന്നതന്നെ ശരിയില്ല. അതായാലും നിനക്ക് ഇനി വളരെ കാലം ജീവനോടുകൂടി ഇരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായി യുദ്ധം ചെയ്തു. പക്ഷേ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അവർക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ എല്ലാത്തിനും ഹേതു ആരാണ്? സീതയാണ്. സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണല്ലോ യുദ്ധം തുടങ്ങിയത്. ആ സീത കൊല്ലപ്പെട്ടിരിക്കുക, നമ്മൾ പിന്നെ യുദ്ധം ചെയ്തിട്ട് എന്താണ്? അതുകൊണ്ട് ഇനി നല്ലത് രാമലക്ഷ്മണന്മാരെ അറിയിക്കുക, സീത വധിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാം എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ പറഞ്ഞു, മറ്റു വാനരന്മാരോട് പറഞ്ഞു, തൽക്കാലം യുദ്ധം നിർത്താം, നമുക്ക് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സമീപത്തേക്ക് പോവാം, അവരെ അറിയിച്ച ശേഷം അവരുടെ ആജ്ഞക്കനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ്. ഈ സമയത്ത് രാമൻ എന്താ ചെയ്തത്? രാമൻ കുറച്ച് ദൂരെയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരന്മാർ അതികഠിനമായി യുദ്ധം ചെയ്തതിൻ്റെ ശബ്ദകോലാഹലങ്ങളും അവളുടെ ആർപ്പുവിളികളും അട്ടഹാസങ്ങളൊക്കെ രാമൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമൻ അടുത്തിരിക്കുന്ന ജാമ്പവാനോട് പറഞ്ഞു, ആ ഹനുമാൻ അത്ഭുതകരമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ, സ്വന്തം സൈന്യങ്ങളെയും കൂട്ടിയിട്ട് ആ ഹനുമാനെ പിന്തുണയായിട്ട് ചെല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുകയാണ്. ആ സമയത്താണ് ഈ ഹനുമതാദികളായ വാനരന്മാർ സീത കൊല്ലപ്പെട്ടു എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് യുദ്ധം നിർത്തി തിരിച്ചു വരികയാണ്. അപ്പോൾ ജാമ്പവാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചു വരുന്നവരായ ഈ ഹനുമാൻ മുതലായവരെ കണ്ടു. നിങ്ങളെന്താണ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞത്? അങ്ങനെ പിന്മാറുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ ഈ ഹനുമാൻ. അപ്പോൾ അതുകൊണ്ട് അത്ഭുതവും പാരവശ്യം ഉണ്ടായി ജാമ്പവാൻ ചോദിച്ചു. ഹനുമാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ മുമ്പാകെ ആ ഇന്ദ്രജിത്ത് സീതാദേവി വധിച്ചിരിക്കുന്നു, അതുകൊണ്ട് വിവരം രാമൻ അറിയിച്ചിട്ട് അവിടുത്തെ നിർദ്ദേശം പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ജാമ്പവാനൊക്കെ ക്ഷമിച്ചു. അതൊക്കെ കൂടി നേരെ തിരിച്ചുപോയി. ആ സമയത്ത് രാമൻ്റെ സമീപത്ത് വിഭീഷണൻ ഉണ്ടായിരുന്നില്ല, അയാൾ വേറെ ഏതോ ഭാഗത്താണ്. അപ്പോൾ ഹനുമാൻ ചെന്നിട്ട് പറഞ്ഞു, ആ ഇന്ദ്രജിത്ത് ഞങ്ങളൊക്കെ കാണുക സീതയെ വധിച്ചിരിക്കുന്നു എന്നറിയിച്ചു. ഇത് കേട്ട ഉടനെ സ്വാഭാവികമായിട്ട് രാമൻ ബോധം കെട്ട് വീണു, പ്രജ്ഞയില്ലാതായി, ആപ്പാട് ദുഃഖാകുലനായി. ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ തല താങ്ങി തന്നെ മടിയിൽ വെച്ചു. കുറച്ചു നേരത്തേക്ക് ബോധം ഉണ്ടായില്ല രാമന് സ്വാഭാവികമായിട്ടും. അപ്പോൾ ലക്ഷ്മണൻ അതിനെ സമാധാനിപ്പിക്കാൻ കൊണ്ട് കുറേ തത്വോപദേശങ്ങളൊക്കെ ചെയ്തു.
അദ്ദേഹം ചിലതൊക്കെ ആത്മഗതമായിട്ട് പറയുകയാണ്. ചിലത് പറഞ്ഞു ലോകത്തിലെ ധർമ്മത്തിന് വലിയ വിലയുണ്ടെന്ന് തോന്നുന്നില്ല, അധർമ്മം ചെയ്യുന്നവരായ ആളുകൾ സുഖമായിരിക്കുന്നു, അധർമ്മത്തെക്കുറിച്ച് വിചാരിക്കുക പോലും ചെയ്യാത്ത, അധർമ്മലേശവും പോലും സ്പർശിച്ചിട്ടില്ലാത്ത അങ്ങേക്ക് ഗതി വന്നല്ലോ എന്നൊക്കെയാണ് ലക്ഷ്മണൻ പറഞ്ഞത്. വിസ്തരിച്ച് പറയാൻ എന്നാൽ ഇതാണ്, ലോകത്തിൽ ആർക്കും തോന്നില്ല വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ രാവണാദികൾക്ക് തൽക്കാല ദൃഷ്ടിയിൽ നോക്കി അവർ ജയിച്ചു എന്നാണല്ലോ തോന്നുക, അവർക്ക് ജയമുണ്ടായി, തങ്ങൾക്ക് ഈ പരാജയം ഉണ്ടായി, ഇതൊക്കെ വിചാരിച്ച് കുറച്ച് വിശദമായിട്ടുള്ള ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അങ്ങ് ദുഃഖിക്കരുത്, പൗരുഷം കൊണ്ട് മാത്രമേ ദുഃഖത്തെ നേരിടാൻ കഴിയുള്ളൂ, ആ പൗരുഷത്തെ വീണ്ടെടുത്തിട്ട് ഇഷ്ടം തുടരാണ് വേണ്ടതെന്നൊക്കെ ഉപദേശിച്ചു. അത് കുറച്ച് ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ തം ഭൂമൗ ദേവസംഘാശം പതിതം ദൃശ്യ രാഘവം അഭിവേദ സമുത്പത്യ സർവത കവിസത്തമഃ പറഞ്ഞ് തം ലക്ഷ്മണോഹ ബാഹുഭ്യം പരിഷിജ്യ, ലക്ഷ്മണൻ അദ്ദേഹം സാന്നിധ്യം ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്തു, അഥവാ ദുർബലക്ലീബോ ബലം ധർമ്മോ നിവർത്തതേ, ബലമുള്ളവന് മാത്രമാണ് ധർമ്മം അനുവർത്തിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് ദുർബലനാവരുത്. ദുർബലനായി കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും അപ്രസക്തമായി തീരും. അതുകൊണ്ട് അത് എഴുന്നേൽക്കൂ, പൗരുഷത്തോടു കൂടിയ ധർമ്മമാണ് സ്വീകാര്യമായത്, അതുകൊണ്ട് എഴുന്നേൽക്കൂ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഭീഷണൻ തൻ്റെ 4 മന്ത്രിമാരോട് കൂടിയിട്ട് ഈ രാമലക്ഷ്മന്മാരുള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ ശോകമുഖമായ അന്തരീക്ഷവും വാനരന്മാർ യുദ്ധമൊക്കെ മതിയാക്കി സ്വസ്ഥരായിരിക്കുകയാണ്, സ്വസ്ഥരായി എന്നല്ല, അവർ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നൊക്കെ കണ്ടു. അപ്പോൾ എന്താണ് സംഗതി എന്ന് ആ വിഭീഷണൻ ചോദിച്ച് മനസ്സിലാക്കാൻ, എന്താണ് ഇവർക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേ ഉത്സാഹമൊന്നുമില്ലെങ്കിൽ കൂടി ലക്ഷ്മണൻ കണ്ണീരോട് കൂടിയിട്ട് ആ വിഭീഷണനോട് പറഞ്ഞു, ഇന്ദ്രജിത്ത് സീതയെ വധിച്ചിരിക്കുന്നു, അതിനാൽ നമ്മുടെ യുദ്ധ പരിശ്രമങ്ങളൊക്കെ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടോ വിഭീഷണൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് അസംഭവ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇത് ഇന്ദ്രജിത്തിൻ്റെ മായായിരിക്കും, അല്ലാതെ ഈ അഗ്നി പോലെ ജ്വലിക്കുന്നവളായ ആ സീതയെ സ്പർശിക്കാനോ വധിക്കാനോ സാധിക്കില്ല. സീതയെപ്പറ്റി എന്ന് മാത്രമല്ല, സീതയെ രാവണൻ്റെ അനുമതി ഇല്ലാതെ ഏതായാലും ഇന്ദ്രജിത്ത് വധിക്കില്ലല്ലോ. രാവണനാകട്ടെ സീതയെ കൊല്ലാൻ മനസ്സ് വരില്ല, അദ്ദേഹത്തിൻ്റെ കാമാസക്തി കൊണ്ട് എന്തൊക്കെ ദുരിതങ്ങൾ വന്നാലും സീതയെ വധിക്കുക എന്ന് പറയുന്നത് രാവണൻ ചെയ്യാനിടയില്ല. സീതയെ പ്രാപിക്കാനുള്ള അതിമോഹം കൊണ്ട് നടക്കുന്ന ആളാണ് രാവണൻ. അങ്ങനത്തെ രാവണൻ സീതയെ കൊല്ലിക്കുകയോ ചെയ്യില്ല എന്നാണ് എൻ്റെ പക്ഷം. ഇത് ഇന്ദ്രജിത്തിൻ്റെ ഒരു തന്ത്രം മാത്രമാണ്. അതായത് നികുംഭരയിൽ ഒരു വലിയ ഹോമം വീണ്ടും തുടക്കാൻ, ആ ഹോമം പൂർത്തിയായി കഴിഞ്ഞാൽ, ആ ഹോമം വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ പിന്നെ വധിക്കാൻ വിഷമാണ്. ദേവന്മാരൊക്കെ അതിൽ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. ആ നികുംഭരയിൽ വെച്ചിട്ട് ഹോമം ചെയ്യുമ്പോൾ ആ ഹോമം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആരുമായിട്ടാണോ ഇന്ദ്രജിത്ത് ഏറ്റുമുട്ടുന്നത് അയാൾ ഇന്ദ്രജിത്തിനെ കൊല്ലുന്നതാണ്. അതുകൊണ്ട് തൻ്റെ ഹോമത്തിന് വിഘ്നം ഈ വാനരന്മാർ വരുത്താതിരിക്കാൻ വേണ്ടി, അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രജിത്ത് പ്രയോഗിച്ച ഒരു തന്ത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മായാസീതയുടെ വധം. ഇത് യുക്തിയുക്തമായിട്ട് വിഭീഷണൻ രാമലക്ഷ്മന്മാരെ വാനരന്മാരെ അറിയിച്ചപ്പോൾ രാക്ഷസന്മാരുടെ മായകളൊക്കെ നല്ലോണം അറിയുന്നവനായ വിഭീഷണൻ്റെ വാക്ക് അവർക്ക് സ്വീകാര്യമായി, അവരത് വിശ്വസിച്ചു. ആ സമയത്ത് തന്നെ വിഭീഷണൻ രാമനോട് പറഞ്ഞതായി ലക്ഷ്മണൻ അനേകം വാനരന്മാരോട് കൂടി നികുംഭലേക്ക് അയക്കൂ, ആ ഇന്ദ്രജിത്തിൻ്റെ ഹോമം എന്ത് ചെയ്തിട്ട് മുടക്കണം, മുടക്കിക്കഴിഞ്ഞാൽ പിന്നെ ആളെ വധിക്കാൻ പ്രയാസം ഉണ്ടാവില്ല, അതുകൊണ്ട് അനേകം വാനരന്മാരോടുകൂടി ലക്ഷ്മണൻ അങ്ങോട്ടേക്ക് അയക്കൂ, ലക്ഷ്മണൻ ആളെ കൊന്നു വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അത് എല്ലാവർക്കും സ്വീകാര്യമായി, അതിഗംഭീരമായിട്ട് ഇതൊക്കെ വിഭീഷണൻ വിസ്തരിച്ച് പറഞ്ഞെങ്കിൽ രാമൻ വളരെ ക്ഷീണിതനായിരുന്നു, അതിൻ്റെ മനസ്സൊക്കെ കലങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്ന 55 അധ്യായത്തിൽ രാമൻ വളരെ വിവശനായിട്ട് വിഭീഷണനോട് പറയുകയാണ്, അങ്ങ് എന്തൊക്കെയോ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയൂ, എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മാനസികമായ ക്ഷീണം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, തസ്യ തദ്ഭജനം ശ്രുത്വാ രാഘവ ശോകർഷിത നോപധാരയതേ വ്യക്തം യദുക്തം തേന രക്ഷസാം.
അങ്ങ് പറഞ്ഞാൽ എനിക്ക് വേണ്ട പോലെ മനസ്സിലായില്ല, അതുകൊണ്ട് ഒരുമിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ലക്ഷ്മണനോട് എന്നുള്ള പോലെ പറഞ്ഞു. ഇപ്പോൾ രാമനോട് വിസ്തരിച്ച് തന്നെ വിഭീഷണൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ത്യജരാജന്യമം ശോകം മിഥ്യാസന്താപം ആഗതം. ഇത് മിഥ്യയാണ്, ഈ ദുഃഖത്തിന് ഹേതുവില്ല, കാരണം സീത വധിക്കപ്പെട്ടിട്ടില്ല. അപ്പം മിഥ്യ കൊണ്ടുണ്ടായിത്തീർന്ന ഈ ദുഃഖത്തെ അങ്ങ് ത്യജിക്കൂ. യതിയം ത്യജതാം ചിന്താ ശത്രു ഹർഷവിവർദ്ധിനി. കാരണം നമ്മൾ ദുഃഖിച്ചിരിക്കുക, നമുക്ക് ചിന്താ വ്യാകുലത വന്നു വിട്ടുകഴിഞ്ഞാൽ അത് ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ശത്രുക്കൾക്ക് സന്തോഷം നൽകുന്നതും നമുക്ക് ബലവീര്യങ്ങളെ ഇല്ലാതാക്കുന്നതായി ശോകം അങ്ങ് കൈവടിയോ. ഉദ്യമക്രിയതാം വീരഹർഷ സമുപസേവ്യതാം. അതുകൊണ്ട് ഉത്സാഹിയായി തീരൂ, യുദ്ധം ചെയ്യൂ. രഘുനന്ദന ഭക്ഷ്യാമി, അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഒന്ന് ആവർത്തിച്ചു. നികുംഭിലായാം സംപ്രാപ്തം കന്തും രാവണിമാഹവേ. രാവണിത്തെ രാവണപുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ദ്രജിത്തിൻ്റെ രാവണി എന്ന് പറയുന്നത്. ആ നികുംഭിലയിൽ യാഗം ചെയ്യുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. നികുംഭിലാം സംപ്രാപ്തം അഗതാഗ്നിം യഥോരിഭൂ ത്വാം ആതതായിനം കന്യാതി ഇന്ദ്രശത്രോ സദേവത. ഇന്ദ്രശത്രുവായിരിക്കുന്ന ഇന്ദ്രജിത്തിന് ആരുടെ കൈ കൊണ്ടാണ് വധം ഉണ്ടാവുക? നികുംബലയിലെ യാഗം പൂർത്തിയാക്കാതെ ആരോട് ഏറ്റുമുട്ടുന്നു? ആരാണ്? അതുകൊണ്ട് നികുംബല യാഗം പൂർത്തിയാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനിടയ്ക്ക് ലക്ഷ്മണൻ പോയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവിക യുദ്ധത്തിൽ വരും. യാഗം പൂർത്തിയാവാത്ത എനിക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ വിഷമം ഉണ്ടാവില്ല. ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ രാവണന് പോലും ഭയപ്പെടാനില്ല. ഇന്ദ്രജിത്ത് കൊല്ലപ്പെടുന്നതോടുകൂടി രാക്ഷസ വംശം തന്നെ തോറ്റതുപോലെയാവും. അത്ര ബലവീര്യമുള്ള ആളാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിലാണ് രാവണൻ്റെ എല്ലാ പ്രതീക്ഷയും. അതുകൊണ്ട് അധികമായ സൈന്യത്തോട് കൂടിയിട്ട് ജാമ്പവാൻ, ഹനുമാൻ, സുഗ്രീവൻ മുതലായവരോട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്യമല സന്നദ്ധ കവചീ സശരീവാമജാഭ്യമന് രാമപാദ ഉപസ്പൃശ്യ ഹൃഷ്ട സൗമിത്രി അബ്രവീത്. സൗമിത്രി ഗംഭീരമായ വില്ലെടുത്തു, വാളും പരിചയമൊക്കെ കയ്യിൽ കരുതി. എന്നിട്ട് രാമൻ്റെ കാൽക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അയാളെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞു. അഗ്നിവതസ്യ രൗദ്രസ്യ ശരീരം മാമകാചര. എൻ്റെ ശരങ്ങളുകൊണ്ട് ആ ഇന്ദ്രജിത്തിൻ്റെ ശരീരം കീറി മുറിക്കപ്പെടും, അയാൾ ഭിന്നമായി തീർന്നു, ഞാൻ അയാളെ വധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നികുംഭിലായാം അഭിയയവും ചൈത്യൻ രാവണി ബാലിതം. അങ്ങനെ ഈ അനേക ബാലന്മാരോട് കൂടിയിട്ട് ലക്ഷ്മണൻ ആ നികുംഭിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ഗംഭീരമായി യുദ്ധം ചെയ്യാണ്, ഗംഭീരമായ യാഗം ചെയ്യാണ്. ലക്ഷ്മണൻ തൻ്റെ വില്ല് കൊലച്ചു പിടിച്ചു. എപ്പോഴാണോ ആയുധം ഉപയോഗിക്കുന്നത് അത് തയ്യാറായിരുന്നു. വാനന്മാരെ നിങ്ങളെ ബഹളമൊക്കെ ഉണ്ടാക്കി. തൽക്കാലത്തേക്ക് ഇന്ദ്രജിത്തിനെ കാണാനുണ്ടായിരുന്നില്ല, അയാളെപ്പോഴും മായ കൊണ്ട് മയന്നിരിക്കുകയാണ്. പിന്നീട് അയാൾ പ്രത്യക്ഷനായി. ഈ വാനരന്മാർ ശിലാഖണ്ഡങ്ങളെടുത്ത് നിരന്തരമായി എറിഞ്ഞു. അപ്പോൾ ഈ ശല്യങ്ങളൊക്കെ ആയപ്പോൾ യാതൊരു ഗതിയില്ലാതെ ഹോമം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് ആ രാവണി, ആ ഇന്ദ്രജിത്ത് എഴുന്നേറ്റു. ഇതൊക്കെയാണ് പിന്നീട് അധ്യായം വർണ്ണിക്കുന്നത്. ത്വം ഇന്ദ്രാശനി പ്രഖ്യൈശരൈർ അവികരൻ ബലാൻ അഭിദ്രവാസുയാവൻവാരൈവൽ കർമ്മസമാംബിതേ. അവിടുന്ന് എഴുന്നേറ്റിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ ലക്ഷ്മണൻ്റെ പാർശ്വത്തിരിക്കുന്ന വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്തുകൊണ്ട് ലക്ഷ്മണനെ പ്രോത്സാഹിപ്പിക്കുന്നവനായ ഇന്ദ്രജിത്തിനെ വിഭീഷണനെ ഇന്ദ്രജിത്ത് കണ്ടു. ഇന്ദ്രജിത്തിനെ വധിക്കാൻ ഉള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ വിഭീഷണനാണല്ലോ. വിഭീഷണനെ തൻ്റെ ഇളയച്ഛനായ വിഭീഷണനെ രാമപാർശ്വത്തിൽ സഹായിയായിട്ട് കണ്ടു. ഇന്ദ്രജിത്തിന് വേറെ ദേഷ്യം വന്നു. ഇന്ദ്രജിത്ത് പറഞ്ഞു, നീ എൻ്റെ പിതൃവ്യനാണ്, അച്ഛൻ്റെ സഹോദരനാണ്, ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. പക്ഷേ ഇത്രയധികം വൃത്തികെട്ട ഏർപ്പാടാണല്ലോ നീ ചെയ്യുന്നത്. കാരണം ശത്രുവിനെ ആശ്രയിച്ചിട്ട് സ്വന്തം ബന്ധുക്കളെ ഒറ്റുകൊടുക്കുകയും ബന്ധുക്കളെ നശിപ്പിക്കാനും ശ്രമിക്കുക നീ ചെയ്യുന്നത്. അതുകൊണ്ട് നീ ലജ്ജയില്ലാത്തവനാണ്, അങ്ങനെ എങ്ങനെയാണ് കളിച്ചു കൂട്ടുന്നു, സ്വന്തം ബന്ധുക്കളെ ദ്രോഹിക്കുന്നവനാണ് നീ എന്നൊക്കെ ആ വിഭീഷണനെ ഇന്ദ്രജിത്ത് കുറെ അധിക്ഷേപിക്കാൻ. ഇഹത്വം ജാതസംവൃദ്ധ സാക്ഷാൽ ഭ്രാതാവിതൃ കഥം ദൃശ്യതി പുത്രസ്യ പിതർവ്യോ രാക്ഷസ. രാക്ഷസവരത്ത് പറഞ്ഞവനായ നീ ജ്യേഷ്ഠപുത്രനായ എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ ഭാഗം ചേർന്നിരിക്കുകയാണല്ലോ. ശോച്യത്വമസി, നീ യഥാർത്ഥ ശോചനീയനാണ്.
ഇല്ല, നല്ല വലിയ കഷ്ടമാണ്. ശത്രുപക്ഷത്തെ സേവിക്കുന്ന നീ എത്ര നിന്ദ്യനാണ് എന്നൊക്കെ അധിക്ഷേപിച്ചു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അഹങ്കാരിയായ ഇതിൽ നീ വിചാരിക്കുന്ന പോലെ എൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇവിടെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതൊന്നും എനിക്ക് പ്രിയങ്കരങ്ങളോ എനിക്ക് സമ്മതമോ അല്ല. അതുകൊണ്ടാണ് ഞാൻ ജ്യേഷ്ഠനെ വിട്ടുപോകുന്നത്. ഞാൻ ജ്യേഷ്ഠനെ വേണ്ടതുപോലെ ഉപദേശിച്ചാണ് ഈ പരസ്വാപഹരണം, അന്യസ്ത്രീകളെ വധിക്കൽ, ഋഷിമാരെ വധിക്കൽ, ഇതിനൊക്കെ ഞാൻ എപ്പോഴും എതിരായിരുന്നു. ഞാൻ അതിനെതിരായിട്ട് മുൻകരുതലും താക്കീത് കൊടുത്തതാണ്. അതൊന്നും ജ്യേഷ്ഠൻ അനുസരിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ കേമായിട്ട് ലക്ഷ്മണനും ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വിഭീഷണനും തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 4-5 മന്ത്രിമാർ, അവർ യുദ്ധവീരന്മാർ കൂടിയാണ്. അവരും ഇന്ദ്രജിത്തിനെ ആക്രമിച്ചു. അതികേമമായ യുദ്ധമുണ്ടായി. ഹനുമാൻ്റെ മുതുകിലിരുന്നിട്ടാണ് ഈ ലക്ഷ്മണൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ ഇന്ദ്രജിത്തിൻ്റെ കുതിരകളൊക്കെ ഈ വിഭീഷണ കൂടെയുള്ള രാക്ഷസന്മാർ അടിച്ചു കൊന്നു. തേര് തൽക്കാലില്ലാതായപ്പോൾ അത് നിലത്തേക്കിറങ്ങി. ഒരു സമയത്ത് പിന്നീട് വേറെ തേരുകാർ വന്നു. സാരഥി വധിക്കപ്പെട്ടപ്പോൾ ഈ തേര് തെളിക്കുക എന്നുള്ള കാര്യം കൂടി ഇന്ദ്രജിത്ത് ഏറ്റെടുത്തു. അതൊരു സാമർഥ്യമാണ്. യുദ്ധം ചെയ്യും തേര് തെളിക്കുകയും കൂടി സാമാന്യക്കാർക്ക് സാധിക്കുന്നതല്ല. അവൻ ചെയ്തു, ആളുകളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു എന്നൊക്കെ ഇവർ പറയാൻ. അങ്ങനെ ഇരിക്കെ യുദ്ധം അതിഭീകരമായി. വാനരന്മാർ ഇപ്പോഴും ചെയ്യാറുള്ളതുപോലെ അതിഗംഭീരമായ ശിലാഖണ്ഡങ്ങൾ, പടുത്തെടുത്ത വൃക്ഷങ്ങൾ കൊണ്ട് വീശി രാക്ഷസന്മാരെ മുച്ചോട് മുടിച്ചു. രാക്ഷസന്മാർക്ക് തൽക്കാലത്തേക്ക് വലിയ ഇടർച്ചയുണ്ടായി. അവർ പലപ്പോഴും സംഭ്രമിച്ചു. അങ്ങനെ യുദ്ധം എന്നുകൊണ്ടിരിക്കുക ലക്ഷ്മണനോട് ഇന്ദ്രജിത്ത് പറഞ്ഞു, നിന്നെ ഞാനിപ്പോൾ വധിക്കുന്നുണ്ട്, നീ വളരെ ബാലനാണ്. ഇതാ ഞാൻ മുമ്പ് എൻ്റെ യുദ്ധസാമർഥ്യം ഇതിനെ കാണിച്ചതാണല്ലോ. ബ്രഹ്മാസ്ത്രം കൊണ്ടും നാഗാസ്ത്രം കൊണ്ടും ഒക്കെ അവരെ ബന്ധിച്ചിരുന്നല്ലോ. എന്നിട്ട് നീ ഇപ്പോൾ യുദ്ധത്തിന് വരികയാണ്, നിൻ്റെ കഥ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ഇവിടെ വാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. ഇതൊക്കെ സാധാരണ യുദ്ധരംഗങ്ങളിൽ പുരാണങ്ങളിലൊക്കെ കാണുന്ന ചില പോർവിളികളാണ്. അതുകൊണ്ട് വാക്കുകൊണ്ട് യുദ്ധത്തെ ജയിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വിഭീഷണനാകട്ടെ ലക്ഷ്മണൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ ഇന്ദ്രജിത്തിൽ ഞാൻ ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇയാൾക്ക് ഇനി അധികം ആയുസില്ല, അതുകൊണ്ട് നീ ലക്ഷ്മണനോട് പറയുകയാണ് യുദ്ധത്തിൻ്റെ വേഗം കൂട്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അതികേമമായിട്ട് അതിതീഷ്ണങ്ങളായ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ഇടയ്ക്ക് 5 അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു, അപ്പോൾ 10 അസ്ത്രങ്ങൾ ഇങ്ങോട്ട് അയച്ചു. ഇടയ്ക്ക് ഇന്ദ്രജിത്തിൻ്റെ മാരടത്തിലേക്ക് അമ്പ ചെയ്ത് തറപ്പിച്ചു ലക്ഷ്മണൻ. ലക്ഷ്മണൻ്റെ കവചങ്ങൾ അഭേദ്യങ്ങളാണെന്ന് കണ്ടിട്ട് ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ നെറ്റിയിലേക്ക് അസ്ത്രങ്ങൾ അയച്ചു. ഇങ്ങനെ പലതും അവിടെ വർണ്ണിക്കുന്നുണ്ട്. രണ്ടുപേരും രക്തത്തിൽ കുളിച്ചിട്ട് പൂത്ത മുരിക്ക് വൃക്ഷം പോലെ, മുരിക്കിൻ്റെ പൂ വളരെ ചുവന്നിട്ടുള്ളതാണ്. അപ്പോൾ പൂത്ത വൃക്ഷങ്ങൾ പോലെ രണ്ടുപേരും നിന്നു. ഇങ്ങനെ അതികേമായിട്ട് തന്നെയാണ് യുദ്ധം വർണ്ണിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കുറേ ശ്ലോകങ്ങളിലെ കൊണ്ടാണ് ഇത് സാധിച്ചത്. അങ്ങനെ ഏതാൻ നിഹത്യാൻ ബലവാൻ ബഹുൻ രാക്ഷസോത്തമാൻ, രാക്ഷസന്മാർ അനവധി ആൾക്കാർ കൈകാലുകൾക്ക് മുന്നിൽ വീണു. മഹർഷിമാരും ഗന്ധർവന്മാരൊക്കെ ആകാശമാർഗത്ത് യുദ്ധത്തെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. പലതരത്തിലുള്ള ദുർനിമിത്തങ്ങളിലായി. ചോരപ്പുഴകൾ ഒഴുകി. രാക്ഷസന്മാർ കൈയും കാലും വെച്ച് അവിടെയൊക്കെ വീണു. പടക്കളം മുഴുവൻ ഇങ്ങനെ അംഗഭംഗം ഏറ്റവരെ കൊണ്ട് നിറഞ്ഞു. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ വർണ്ണന. ഇങ്ങനെ ഇതൊക്കെ ഇനിയിപ്പോൾ അധിക നേരം യുദ്ധം ചെയ്തിട്ട് കഴിയാൻ പറ്റില്ല. ഇയാളെ വധിച്ചേ തീരൂ എന്നുള്ള നിഷനിശ്ചയത്തോടു കൂടിയും ക്രോധത്തോടും കൂടിയിട്ട് ആ ലക്ഷ്മണൻ പല ആയുധങ്ങളും ഉപയോഗിക്കാൻ. അപ്പോൾ രാക്ഷസന്മാരുടെ നേർക്ക് വാനരന്മാരുടെ ആക്രമണം അതേസമയം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതികേമമായിട്ട് ചില അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. സർപ്പവിഷങ്ങളായ 5 അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിൻ്റെ നേർക്ക് ലക്ഷ്മണൻ എഴുതിവിട്ടു. അപ്പം അതിനൊക്കെ ഇന്ദ്രജിത്ത് തകർത്ത് കളഞ്ഞു. പിന്നീട് എല്ലാ രാക്ഷസന്മാരുടെ നേർക്ക് 3 ബാണങ്ങൾ ലക്ഷ്മണൻ അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് ഇങ്ങോട്ടേക്കും അസ്ത്രയച്ചു, അതൊക്കെ അദ്ദേഹം എഴുതി വീഴ്ത്തി. പിന്നീട് ലക്ഷ്മണൻ ഈ ഇന്ദ്രജിത്തിൻ്റെ സാരഥിയെയും കുതിരകളെയും വീണ്ടും തകർത്തെറിഞ്ഞു. അങ്ങനെ ഇരിക്കുക പിന്നെ പല അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തന്നെ വർണ്ണിക്കുകയാണ്.
ആദ്യം എന്ത് ചെയ്തു വെച്ചാൽ അതിനകത്ത് ഈ കുബേരൻ പണ്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുത്ത വിജയമായ ഒരു അമ്പ് കൊടുത്തിരുന്നു ഇന്ദ്രിയത്തിന്, അത് പ്രയോഗിച്ചു. അതൊന്നും പക്ഷേ ലക്ഷ്മണൻ അതിനൊക്കെ പ്രത്യായുധങ്ങൾ കൊണ്ട് നേരിട്ടു. അങ്ങനെ ഇരിക്കെ ലക്ഷ്മണൻ വരുണാസ്ത്രം പ്രയോഗിച്ചു. ഇന്ദ്രജിത്താകട്ടെ രൗദ്രാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു. അപ്പോൾ പിന്നെ ഇന്ദ്രജിത്ത് ക്രുദ്ധനായിട്ട് ആഗ്നേയാസ്ത്രം തൊടുത്തു. അതിനെ ലക്ഷ്മണൻ സൂര്യാസ്ത്രം കൊണ്ട് തടുത്തു. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ശൂലങ്ങൾ, മുദ്ഗലങ്ങൾ, ഭൃശണ്ഡികൾ, ഗദകൾ, പരശ്വതങ്ങൾ, ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ഒരു ഘട്ടത്തിൽ സാക്ഷാൽ മഹേശ്വരാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ ഇരിക്കുക ലക്ഷ്മണൻ എന്ത് ചെയ്യിച്ചു, പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദാനവന്മാരെ കൊടുക്കാൻ വേണ്ടി ഇന്ദ്രൻ പ്രയോഗിച്ചതും ഒരിക്കലും പാഴായി പോകാത്തതായ ഐന്ദ്രം എന്നു പേരുള്ള ഉത്തമമായ അസ്ത്രം മന്ത്രം ജപിച്ച് അയക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ലക്ഷ്യം സാധിക്കാനായിട്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനൊക്കെ പ്രയോഗിച്ചു. ഇന്ദ്രജിത്തിൻ്റെ ശിരസ് ശരീരത്തിൽ നിന്ന് ഛേദിച്ചിട്ട് താഴെ വീണു. അതോ ആ അസ്ത്രമേറ്റിട്ട് ഇന്ദ്രജിത്തിൻ്റെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടു. അതോടുകൂടിയിട്ട് ദേവന്മാരൊക്കെ ആഹ്ലാദം, അവർ ആകാശമാർഗത്തിൽ സൂക്ഷ്മരൂപികളെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് വീണു വേണ്ടതോടു കൂടിയിട്ട് വാനരന്മാരും അതിഗംഭീരമായ ശബ്ദഘോഷങ്ങളൊക്കെ ഉണ്ടാക്കി നാനാദിക്ക് രാക്ഷസന്മാരാകട്ടെ തൽക്കാലം പരിഭ്രമചിത്തരായിട്ട് നാനാദിക്കുകളിലേക്ക് ഓടി. സൂര്യൻ അസ്തമിക്കുമ്പോൾ രശ്മികൾ അവശേഷിക്കാത്തതുപോലെ ഇന്ദ്രജിത്ത് വീണ് കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാരൊക്കെ ഓടിപ്പോയി എന്ന് പറയാണ്. മഹർഷിമാർക്ക് വലിയ സന്തോഷമായി. അവരുടെ ആഹ്ലാദം, ലോകത്തിൻ്റെ പ്രതികരണമൊക്കെയാണ് ഇത്. കുറേശ്ശെ ഇങ്ങനെ തഥോഭ്യനന്ദൻ സംഹൃഷ്ട സമരേഖലിയൂഥപാതം അപ്രതിഫലം ദൃഷ്ട്വാ കഥം നൈരതവും ഗഭം വിഭീഷണോ ഹനുമംസ്തജാംബവാസ്ഥ ദീക്ഷയൂഥപാ വിജയേന അഭിനന്ദ തുഷ്ടുവശ്ചാഭിലക്ഷണം. ബാലന്മാർക്ക് ലക്ഷ്മണൻ അഭിനന്ദിച്ചു. ഇങ്ങനെ ഒരു വാനന്മാർ വളരെ ചപലമായി വാലുകളൊക്കെ ഉയർത്തിപ്പിടിച്ചു, വാലുകളെടുത്ത് നിലത്തടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തു. യുദ്ധവിജയത്തിൽ സന്തോഷിച്ചിട്ട് ഇങ്ങനെ ആണ് ഇന്ദ്രജിത്തിൻ്റെ വധം ഉണ്ടായത്. അതിങ്ങനെ പറയാണ്, തത് അസൂകരമഥാഭീക്ഷ്യ ദൃഷ്ട്വാ പ്രിയസുഹൃതോ ഇതി ലക്ഷ്മണസ്യ കർമ്മ. ഇപ്പം ലക്ഷ്മണൻ്റെ അതിഭീകരമായിരിക്കുന്ന ഈ കർമ്മം കൊണ്ട് ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ദേവന്മാരെ വലിയ പരമഹർഷം നേടി എന്ന് പറഞ്ഞിട്ടാണ് 90ാമത്തെ സർഗത്തോടുകൂടി ഇന്ദ്രജിത്ത് ലക്ഷ്മണ യുദ്ധവും ഇന്ദ്രജിത്ത് വധവും പറഞ്ഞു. ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടതോടുകൂടി യഥാർത്ഥത്തിന് ഇനിയുള്ള യുദ്ധമൊക്കെ വളരെ നിസ്സാരമാണ്. ഇന്ദ്രജിത്തായിരുന്നു അതിലേറ്റവും കേമനായിരുന്നു. അയാൾ വളരെ മായാവിയായിരുന്നു. അയാളെ കൊന്നു കഴിഞ്ഞു. ഇനി രാവണൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് ഇനി പ്രധാനമായുള്ളത് രാവണവധം തന്നെയാണ്. അതിനിടയ്ക്കും ചില പേരെടുത്ത രാക്ഷസന്മാരൊക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ വധിച്ചു അവസാനം രാവണനെ വധിച്ചു. 110ാമത്തെ സർഗം 100ാമത്തെ സർഗമാകുമ്പോഴേക്ക് രാവണവധം കഴിയും. അപ്പം 91 പേർക്കുള്ള സർഗങ്ങളിലെ വിവരങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് പിന്നീട് അടുത്ത പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാൻ. നമസ്കാരം.